സുറുമി രചന അവന്തിക അവതരണം സെൽസാമുസ്തു. ഹലോ മഷുക്ക, ഞാനാ സുറുമി. വാക്കുകൾ ഇറന്നുണ്ടായിരുന്നു അവർക്ക്. സുറുമി, നീ അവിടെ ആരുമില്ലേ? ഭയം കലർന്നിരുന്നു അവൻ്റെ സ്വരത്തിൽ. അവളില്ലെന്ന് ശബ്ദിച്ചു. പറ, ഇപ്പം ചെറുതായി ശാന്തനായ പോലെ. ഇല്ല, ഗോളടിച്ചല്ലോ, എവിടെ പോയി എല്ലാവരും? വാക്കുകളിൽ കുസൃതിയുള്ളതുപോലെ. ഉമ്മാൻ്റെ മാമാൻ്റെ വീട്ടിൽ കല്യാണം. എന്നിട്ട് നീ പോയില്ലേ? ഇല്ല. അതെന്തേ? അതൊന്നുമില്ല. പറ, കേൾക്കട്ടെ. നിങ്ങൾക്കറിയില്ലേ, എന്തിനാ ചോദിക്കുന്നേ? അത് നല്ല കാര്യം, എനിക്കെങ്ങനെ അറിയാനാ? അതൊന്നുമില്ല. കുറച്ചാഴ്ചകളായി എന്നെ തേടി ഒരു കോൾ വരാനുണ്ട്. ഒന്നും ചോദിക്കാനോ പറയാനോ പറ്റിയില്ലെങ്കിലും എൻ്റെ സ്വസ്ഥതയും സമാധാനവും എന്തിന്? എൻ്റെ ചിന്തയും ഞാനും അടക്കമെല്ലാം ഒരു ദിവസത്തെ നിമിഷങ്ങൾ മാത്രം ദൈർഘ്യമുള്ള ആ ഫോൺ കോളിലാണ്. മറുവശത്ത് അടക്കി പിടിച്ച ചിരി മാത്രം. ചിരിച്ചോ, നെഞ്ചിൽ തീയാണ്. ഞാൻ വിളിക്കുന്നതുകൊണ്ടാണോ നിൻ്റെ നെഞ്ച് കത്തുന്നത്? അങ്ങനെയാണ് ഇനി വിളിക്കണില്ല. അതൊന്നുമല്ല. പിന്നെ വിളിക്കുമ്പോൾ സമാധാനമാണ്. അതിത്തിരി വൈകിയ സങ്കടവും വരും. പക്ഷേ പേടിയാ, അതെങ്ങാനും പിടിക്കപ്പെടുമോ, ആർക്കൊരു മനസ്സിലാകുമെന്നൊക്കെ. അറിയാം, പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലടി. വിളിക്കുമ്പോൾ നീ തന്നെയാണെന്ന് ഉറപ്പാക്കുന്നത് വരെ എൻ്റെ നെഞ്ചിൽ തീയാ. ആണോ? സാരല്ല. ഞാനാണേലും ഉമ്മയോടാണേലും എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നോക്കാറില്ലേ? വേറെ ആരുടെത്തേലും ഒന്നും മിണ്ടാതിരുന്നാൽ മതി. പേടിക്കൊന്നും വേണ്ടട്ടോ. കൽപ്പന പോലെ. എന്നിട്ട് നാളെ 9. അയ്യേ, ഓഞ്ഞ തമാശ. അതൊക്കെ ഔട്ടായതടി. സാരല്ല, സഹിച്ചു. വീണ്ടും അടുക്കി പിടിച്ച ചിരി മാത്രം. എന്താ കിണിക്കുന്നത്? അല്ല, നിന്നെ കല്യാണത്തിന് പോകാൻ വിളിച്ചില്ലേ അവർ? വിളിക്കാതെ മലയാള സീരിയൽ ലോകത്തെ ഞെട്ടിപ്പിക്കുന്ന അഭിനയം കാഴ്ചവെച്ചിട്ടല്ലേ ഇവിടെ നിൽക്കുന്നേ? തലവേദന എന്ന് പറഞ്ഞ് നനഞ്ഞ തുണി നെറ്റിയിലിട്ട് കണ്ണു പോലും തുറക്കാൻ പറ്റാതെ അങ്ങ് അഭിനയിച്ചു. സിമ്പിൾ. ഉമ്മ പാവം വിശ്വസിച്ചു. മരുന്നും വെള്ളവും ചായയും ഒക്കെ റൂമിൽ കൊണ്ട് തന്നിട്ടാ പോയേ. ഹമ്പടി, നീ ആള് കൊള്ളാലോ. എവിടുന്ന് പഠിച്ച മാതിരി കള്ളത്തിലൊക്കെ? പഠിച്ചതൊന്നല്ല, ഒക്കെ സാഹചര്യം വരുമ്പോൾ പഠിഞ്ഞു പോകുന്നതാ. എന്നിട്ട് ആരൊക്കെ പോയി? സെലിക്കും ഉമ്മി. പഠിച്ചോനെ, വാപ്പച്ചി എവിടെയടി? പേടിത്തൊണ്ടൻ ഇണങ്ങി ചിരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. അത് നിന്റെ വാപ്പ. അങ്ങനെ എവിടെയടി? എനിക്ക് നിന്നെ കെട്ടി എൻ്റെ 5 മക്കളെയും കണ്ണീറെ കാണാനുള്ളതാ. നീ കളിക്കല്ലേ പൊട്ടാ. വാപ്പച്ചി ഇവിടെ ഇല്ല. ഉണ്ടേ ഞാനിങ്ങനെ സംസാരിക്കോ? പുറത്ത് പോയതാ. പള്ളിയിൽ പോയിട്ടൊക്കെ വരുള്ളൂ. നടന്നാ പോയേ? നടന്ന്. വാപ്പച്ചി വരുന്നത് കാണുമോ? വണ്ടിയിലെ മറ്റൊരാളെ ശബ്ദമെങ്കിലും കേൾക്കും. ഞാനാരാ മോള്? ജനൽ കുറച്ച് തുറന്നു വെച്ചിട്ടുണ്ട്. ഇതിലൂടെ നോക്കിയാൽ വാപ്പച്ചി നടന്നു വരുന്നത് സൂപ്പറായിട്ട് കാണാം. ഇപ്പം കണ്ട വാപ്പച്ചി അവിടുന്ന് ഇവിടെ എത്തുമ്പോഴേക്കും ഫോൺ കട്ട് ചെയ്ത് മേലെ പോയി വേദന അഭിനയിച്ച് കിടക്കാം. ഒരു പേടിയും വേണ്ട. എടി ഭയങ്കരി, എന്നാലും സൂക്ഷിക്കണേ. അത് ഏറ്റുന്നേ. പിന്നെ എന്നാ വരിക? കാണാൻ കൊതിയായി. ഇപ്പം ഞാൻ പോയിട്ട് 10 മാസം 17 ദിവസം. അവൻ പൂർത്തിയാക്കുന്നതിന് മുമ്പ് തന്നെ അവൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. കറക്റ്റാണല്ലോ. അപ്പോൾ ഷെറിയുടെ ഡെലിവറിക്കിന് ഏകദേശം 2.5 മാസം കൂടെ. ഫെബ്രുവരി 5 ഡേറ്റ് പറഞ്ഞേ. അവൻ ഓർത്തെടുക്കുന്നതിന് മുമ്പേ അവൾ പറഞ്ഞു കഴിഞ്ഞിരുന്നു. ആണോ? ഒക്കെ അറിയാലോ. അപ്പോൾ പഠിച്ചവൻ്റെ വിധിയുണ്ടേ അപ്പോഴേക്ക് വരും. അപ്പം വന്നാൽ എന്നാൽ പോവാ. അതിന് ഞാൻ വന്നിട്ടില്ലല്ലോ. പെണ്ണ് പോകാനേ. എന്നാലും എത്ര ദിവസം കാണും ലീവ്? 2 മാസം കാണുമായിരിക്കും. ഇനി വന്നാൽ പോകാതിരുന്നൂടെ? എന്തിനാ പോണേ? ഇവിടെയുണ്ട്, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ടൂടെ? മറുപടി എന്ന് ചിരിച്ചവൻ. ആഗ്രഹമില്ലായിട്ടല്ല സുറുമി, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അതെന്താ? നിഷ്കളങ്കമായിരുന്നു അവളുടെ ചോദ്യം. എന്താന്ന് ചോദിച്ചാ നിനക്ക് എത്ര കണ്ട് മനസ്സിലാകുമെന്നറിയില്ല. എന്നാലും പറഞ്ഞുതരാം. ഷെറിയുടെ കല്യാണം, അതിനുവേണ്ടി മേടിച്ച കടം ഒരുവിധം തീർന്നിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും അടുത്ത ചിലവായില്ലേ? അവളുടെ പ്രസവവും മറ്റും. ഹോസ്പിറ്റൽ ചിലവൊക്കെ നിയാസം നോക്കും. എന്നാലും വീട്ടിൽ വന്ന പ്രസവ ശുശ്രൂഷ എന്തൊരു ചടങ്ങുണ്ടല്ലോ. മുടികളയൽ ചടങ്ങ്. പിന്നെ ഉപ്പാപ്പാടെ സ്ഥാനത്ത് നിന്നും മാമൻ്റെ സ്ഥാനത്ത് നിന്നും ഞാനല്ലേ ഉള്ളേ. കയ്യിലോ കയത്തിലോ പൊന്നെന്തെങ്കിലും വേണ്ടി വരും. അതൊക്കെ ഞാൻ അധ്വാനിച്ചിട്ട് വേണ്ടേ? പിന്നെ വരുമ്പോഴേക്ക് നമ്മുടെ കാര്യത്തിൽ എന്തെങ്കിലും വഴി ഉണ്ടാക്കണം. അപ്പോൾ സഫിയ സൽമാന് വെറും കൈയോടെ കൊടുക്കാൻ പറ്റുമോ? എന്നാലാവും വിധം എന്തെങ്കിലുമൊക്കെ വേണ്ടേ? ഇതൊക്കെ എൻ്റെ മഷ്കാനെ കൊണ്ടൊക്കെ പറ്റുമോ? പറ്റാതെ പിന്നെ സാരില്ല, ഒക്കെ ശരിയാവും. വിഷമിക്കണ്ട കേട്ടോ. എന്താ ഓർത്തേ? ഒന്നും ഓർത്തില്ലല്ലോ. കള്ളം. ഞാൻ പറയട്ടെ മഷ്ക എന്താ ഓർത്തതെന്ന്? പറ.
ഈ പ്രാരാബ്ധ കണക്കൊന്നും അറിയാതെ ഇവളൊക്കെ തലയിലായാലുള്ള അവസ്ഥ ഓർത്തതല്ലേ. ഒത്തിരി മാറ്റമുണ്ട്. ഈ എടുത്ത പങ്ങാത്ത ഭാരം കൊണ്ട് നടക്കുന്ന എന്നെ കെട്ടി ഒന്നും അറിയാത്തൊരു ബുദ്ധിമുട്ടും അറിയാതെ വളർന്ന് നിന്റെ ജീവിതം കൂടി ഇല്ലാതാകുന്നത് ആലോചിച്ചു പോയതാ. ഓ അതാണോ? അത് ഞാനങ്ങ് സഹിച്ചു. പറ്റില്ലെന്ന് പറഞ്ഞാലും ഞാൻ നിന്നെ വിട്ട് പോവൂല മോളെ. മറുപടിയായി കിണങ്ങി ചിരിച്ചവൾ. അതെ, കുടുങ്ങുന്നതൊക്കെ കൊള്ളാം. നിന്റെ കണ്ണെവിടെയാ? കണ്ണു മുഖത്ത്. ആഹാ, എന്തൊരു തമാശ. നിന്റെ തലതെറിച്ച പൊന്നാര വാപ്പ വരുന്നുണ്ടോ എന്ന് നോക്കാൻ. അതൊക്കെ ഞാൻ നോക്കുന്നുണ്ട്. പിന്നെ വരുന്നത് വരെ എല്ലാ ആഴ്ചയും വിളിക്കണേ. എന്നും. ഫ്രൈഡേ. നിശാദർത്ഥത്തിൽ അവന് മൂളി. പെണ്ണെ, ഞാൻ ഇന്ന് വിളിച്ചാൽ നീ ഫോൺ വെച്ചിട്ട് കറങ്ങുന്നത് ഉമ്മയുടെ കണ്ണിൽപ്പെടും. ആഴ്ചയിലാകുമ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ സൂക്ഷിക്കാം. വയ്യ സുർമി റിസ്ക് എടുക്കാൻ. എൻ്റെ കയ്യിൽ നിന്ന് വന്ന ഒരു പിഴവ് മൂലം നിന്നെ നഷ്ടപ്പെടുത്താൻ വയ്യ. ഞാൻ വിളിക്കുമ്പോൾ പോലും ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് പോലും അതോർത്തിട്ടാ. ഈ ഒരു കാര്യം അറിഞ്ഞ് മനസ്സിലേക്ക് വരുന്ന വാപ്പച്ചിയുടെ മനസ്സ് കല്ലാക്കണോ? അവളുടെ നിരാശ മനസ്സിലാക്കിയ പോലെ അവൻ പറഞ്ഞു. അത് മതിയായിരുന്നു അവളുടെ നിരാശയെ ഇല്ലാതാക്കാൻ. അവൾ മൗനത്തെ കൂട്ടുപിടിച്ചപ്പോൾ അവൻ പറഞ്ഞു തുടങ്ങി. എല്ലാം കൂടെ ഓർക്കുമ്പോൾ ഭ്രാന്ത് പിടിക്കുന്നടി. ഇവിടുത്തെ ജോലിയുടെ സ്ട്രെസ്സ്, ഗഫീലാണെങ്കിൽ ഒരു ചൂടനും മൂക്ക് കൊണ്ട് ക്ഷ വരപ്പിക്കും. എല്ലാം കഴിഞ്ഞൊരു വിധത്തിലാണ് റൂമിലേക്ക് എത്തുക. കിടന്നപാടെ ക്ഷീണം കൊണ്ട് ഉറങ്ങുകയും ചെയ്യും. 2-3 ദിവസം കൂടുമ്പോഴാണ് ഉമ്മാക്ക് വിളിക്കാറ് പോലും. വെള്ളിയാഴ്ച ഉച്ചവരെയും വർക്കുണ്ടടി. അതൊക്കെ തീർത്ത് പള്ളിയിൽ പോയി വന്നാൽ ഒന്ന് ഉറങ്ങി എന്നിരിക്കും. പിന്നെയാണ് നിന്നെ വിളിക്കാറ്. ഇനിയിപ്പോൾ രാത്രിയുള്ള ഫുഡ് എന്തെങ്കിലും നോക്കണം. റൂംമേറ്റ്സ് ഉണ്ട്. എന്നാലും എല്ലാവരും കൂടെ കൂടി ഒരു തട്ടിക്കൂട്ട് കറി, ഒരു കുബൂസും. അലക്കാൻ സോപ്പ് പൊടിയിലിട്ടിട്ട് വെച്ചിട്ടുണ്ട്. 3-4 ദിവസത്തേതുണ്ട്. അതൊരു ഭാഗത്ത് കിടപ്പുണ്ട്. സാരില്ല മഷ്ക, ഒക്കെ ശരിയാകും. ഞാനില്ലേ കൂടെ. അതാണ് എൻ്റെ സമാധാനം. റംസിക്ക് ഒരു ദിവസം വന്നപ്പോൾ വാപ്പാനോട് സംസാരിച്ചിരുന്നു. സലുക്ക പറഞ്ഞതായിരുന്നു കാര്യങ്ങളൊക്കെ. ഈ കാര്യം പറഞ്ഞുകൊണ്ട് വരേണ്ടെന്ന് റംസിക്കയോട് വാപ്പച്ചി പറഞ്ഞതാണ്. സാരില്ല, ഒക്കെ ശരിയാകും. ദീർഘമായി ഒന്ന് വിശ്വസിച്ചവൻ. സമീറത്തെ മക്കളെ റംസിക്ക കൂട്ടിക്കൊണ്ട് പോയല്ലേ, സഫ പറഞ്ഞു. പിന്നെ ഒരു ദിവസം സൽമാൻ വിളിച്ചപ്പോൾ അവനും പറഞ്ഞിരുന്നു. പോയി, ഇപ്പം ഹാപ്പി ആയിട്ടിരിക്കുന്നു. അറിഞ്ഞു. ഉമ്മയൊക്കെ കയ്യിലെടുത്തെന്ന് പറഞ്ഞു. കയ്യിലെടുത്തതൊന്നുമില്ല, എനിക്കെന്തോ പ്രത്യേക അടുപ്പം തോന്നി. ഞാൻ കൂടുതലായി സംസാരിച്ചതുപോലുമില്ല കയ്യിലെടുക്കാൻ. ആവോ, വിളിച്ചപ്പോൾ ഉമ്മയും പറഞ്ഞു. എന്താ പറഞ്ഞേ? അയ്യടാ, അങ്ങനെ ഇപ്പം നീ അറിയണ്ട. ഉമ്മ പറഞ്ഞത് എന്താണെന്ന് അറിഞ്ഞിട്ടേ നിനക്ക് അഹങ്കരിച്ചെടുക്കാനല്ലേ. എന്തൊരു കഷ്ടമെന്നേ പറയുന്നേ. അവൾ ചിണുങ്ങി. മറുപടി പൊട്ടിച്ചിരിച്ചവൻ. കേക്കേ എടി, നമ്മളെ വേഗം ഒരുമിപ്പിക്കാൻ പ്രാർത്ഥിക്കാറുണ്ടെന്ന് ഉമ്മ പറഞ്ഞു. ഒരു കണ്ണെപ്പോഴും റോഡിൽ വേണം കേട്ടോ പൊട്ടത്തി. ഒന്നല്ല രണ്ടും അവിടെ. പിന്നെ മഷ്ക നേരത്തെ പറഞ്ഞില്ലേ അലക്കുന്ന കാര്യം. നീ ഇപ്പോൾ അവിടുന്ന് പോന്നില്ലേ? അതല്ല, അവിടെ വാഷിംഗ് മെഷീൻ കിട്ടാനില്ലേ? ഉണ്ടടി, എൻ്റെ കാലാണ് മെഷീന്. കാലോ? കാലൊക്കെ നല്ലോണം കഴുകി ബക്കറ്റിൽ കുതിർത്ത് വെച്ച് ഡ്രസ്സിൽ ചവിട്ടി അങ്ങ് നിൽക്കും. നിൻ്റെ വാപ്പച്ചിയോടുള്ള കളി മുഴുവൻ എൻ്റെ ഡ്രസ്സിനോട് അങ്ങ് തീർക്കും. ചവിട്ടി കൂട്ടും. പിന്നെ നല്ല വെള്ളത്തിൽ 2-3 തവണ മുക്കി അയൽ കെട്ടിടും. സിമ്പിൾ. വാപ്പച്ചിയുടെ ദേഷ്യമാണോ മഷ്കാക്ക്? ചുമ്മാ പറഞ്ഞതടി. വാപ്പച്ചിയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ ശരിയല്ലേ? ഒരു കുറവും വരുത്താതെ നോക്കി വളർത്തിയ മകൾ ഒരു കുടുംബഭാരം മുഴുവൻ തലയിലേറ്റി നടക്കുന്നുവെന്ന് കെട്ടണമെന്നൊക്കെ പറഞ്ഞാൽ അതേക്കുറിച്ചൊന്നും ഓർക്കണ്ട. എനിക്ക് കേൾക്കേ വേണ്ട. എന്തോ എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാന്നൊക്കെ കേട്ടപ്പം ഒരു സങ്കടം. അതൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞതടി, അത് വിട്ടേക്ക്. ഇപ്പം ശീലായി. എന്തോ കുറേ സംസാരിച്ചപ്പോൾ കാണാൻ കൊതിയാവുക. എന്നിട്ട് എനിക്കില്ലല്ലോ. സ്നേഹമുള്ളവർക്ക് കാണാനൊക്കെ കൊതി ഉണ്ടാവുമോ? അപ്പോൾ എനിക്ക് സ്നേഹം എന്താണ് നീ ഉദ്ദേശിച്ചത്? ആയിക്കോട്ടെ, അങ്ങനെ പറഞ്ഞോ. കാണാൻ കൊതിയില്ലെന്ന് പറഞ്ഞത് കൊണ്ടല്ലേ. എനിക്കെന്താ കൊതിയില്ലാത്തതെന്നറിയോ? ദേ മഷ്ക, വാപ്പച്ചി ആണോ? ഫോൺ വെച്ച് ഓടിക്കോ. വേഗം പറ. എന്ത്? നീ കട്ട് ചെയ്ത് പോകാൻ നോക്കടി. അതല്ല, എന്താ കൊതിയില്ലാത്തതെന്ന് പറയും. എൻ്റെ പൊന്നെ, ഞാനിവിടെ അല്ലേ. കൊതി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് നീ വെച്ച് പോയേ. ഓ അതാണോ? എന്നാൽ കട്ട് ചെയ്യാട്ടോ. ഓക്കെ. ഒരു സാധനം കൊടുത്ത് വിട്ടിട്ടുണ്ട്. ഇപ്പോൾ ജിദ്ദ എയർപോർട്ടിൽ എത്തിക്കണം. ഫ്ലൈറ്റ് വഴി എത്തിക്കോളും. അതൊന്നെന്ന് ഒലക്ക വെച്ചോ. ഒന്ന് ഇരുത്തി ആലോചിക്ക്, അപ്പോൾ മനസ്സിലാകും. ഒന്നല്ല, 1000 എണ്ണം പറഞ്ഞു വിട്ടിട്ടുണ്ട്. കട്ട് ചെയ്യട്ടോ. ബായ്. അവൻ്റെ മറുപടി വന്നതും അവൾ വേറെയുടെ റിസീവർ താഴെ വെച്ചു. ശബ്ദമുണ്ടാക്കാതെ മേലേക്ക് ഓടിക്കയറി റൂമിൽ കയറി പുതച്ചു കിടന്നു. തലവഴി പുതച്ചു കിടക്കുമ്പോഴും പാപ്പച്ചി എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചാലുള്ള സ്ഥിതി ഓർക്കെ വല്ലാത്തൊരു ഭയം അവൾ വന്ന് പൊതിഞ്ഞു. നെഞ്ചിരിപ്പിൻ്റെ വേഗത ഏറുന്നതനുസരിച്ച് കൈകളും വിറക്കുന്നുണ്ടായിരുന്നു. കൂടുതലൊന്നും ചിന്തിക്കാതിരിക്കാതെ കണ്ണടച്ചവൾ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഓർത്തിരിക്കുകയുള്ളൂ. ഉള്ളിലെ ഭയം മാറി അവിടെ അവനോടുള്ള ഇഷ്ടം സ്ഥാനം പിടിച്ചിരുന്നു. ഒടുവിൽ അവൻ അവസാനം പറഞ്ഞ വാക്കുകളുടെ അർത്ഥം ഗ്രഹിച്ചെടുക്കുമ്പോൾ
അപ്പോഴത്തെ വെപ്രാളത്തിൽ അതൊന്നും മനസ്സിലാവാത്തതിൽ തെല്ലൊരു ജാള്യത തോന്നിയിരുന്നില്ല അവൾക്ക്. അപ്പോഴും ഒരിളം പുഞ്ചിരി ആ ചുണ്ടിൽ സ്ഥാനം പിടിച്ചിരുന്നു. കത്തിരിക്കണേ. അപ്പം ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ അവരുടെ പ്രണയാർദ്രമായ ഫോൺ കോളോട് കൂടെ കഴിഞ്ഞു. അടുത്ത എപ്പിസോഡുകളുമായിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണും കൂടെ പ്രസ് ചെയ്തേക്കും. ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. ബൈ.